ഈ ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നമ്മുടെ കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രശാന്ത് സാറ് സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അവർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ മല്ലിക സാരാഭായ് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ ആശാപ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഓൺലൈനായി അവർ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് അവർക്കൊരു അഭിപ്രായ വിലക്ക് നേരിടേണ്ടി വരുന്നതെന്ന് പറയുന്നു. പക്ഷേ വിലക്കിയത് ആരാണ്, വിലക്കാനിടയുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ആശാ വർക്കർമാരുടെ സമരത്തെ ഒരു തരത്തിലും ആ സമരത്തെ അംഗീകരിക്കില്ല എന്നുള്ള ഒരു പിടിവാശിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സംസ്ഥാന ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അത്തരത്തിൽ ഈ മല്ലിക സാരാഭായിയെ പോലെ ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായ വിലക്ക് നേരിടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ വിരലുകളും ചൂണ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്ഥിതി ആശാ വർക്കർമാരുടെ സമരം എന്നുള്ള ഒരു അവസ്ഥ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയില്ലേ? അത്തരത്തിലൊരു രാജിയിലേക്കൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോവേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതൊക്കെയാ ഈ ആശാ വർക്കർമാരും അതിനെ പിന്തുണച്ച് നിൽക്കുന്നവരും ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഒരു രാഷ്ട്രീയ സമരമായിട്ടാണ് ഇതിനെ ഇപ്പം CPM നോക്കിക്കാണുന്നത്, അല്ലെ പിണറായി വിജയൻ നോക്കിക്കാണുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ ഈ അവര് പറയുന്ന കാര്യത്തിനകത്ത് നീതിയുണ്ടോ അനീതിയുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ ഭരണാധികാരികൾ പരിശോധിക്കട്ടെ. അവർക്ക് ഒരുപക്ഷെ ശമ്പളം കിട്ടുന്നതിനകത്ത് അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യം കാണുമെങ്കിൽ നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയിൽ ഇതൊരു രാഷ്ട്രീയ സമരം തന്നെ. രാഷ്ട്രീയ സമരവും ചില ആൾക്കാർ അല്ലെങ്കിൽ സ്പോൺസേഡ് സമരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ മല്ലിക സാരാഭായും എല്ലാരും പറയുന്ന ഒരു വലിയ പൊതുപ്രവർത്തകരുണ്ടല്ലോ, സാറാ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയും ഒക്കെ വന്ന് ഇതിനകത്ത് അവതരിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം തൊട്ട് ഇന്നലെ വരെയുള്ള തിരക്കഥ, സംഭാഷണം അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പ്രത്യേക എഡിറ്റഡ് സമരം ആയിട്ട് തോന്നുന്നു എന്ന്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയ സമരമാണ്. ഞാൻ പറയാം, ഈ നമ്മള് ഇതിനകത്ത് ഇവരുടെ ഈ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ 100 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ കൂട്ടിക്കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പം അതിനതൊരു ന്യായമൊക്കെ ഉണ്ട്. ന്യായം എന്ന് പറയുമ്പോൾ ഈ ന്യായം പറയുന്നതിന്റെ പുറകിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ആണെന്ന് പറയുന്നു. പ്രതിപക്ഷമാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കുന്നു, BJP ഇതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാരെങ്കിലും ആണോ നീതു ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നത്? ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആളായിട്ട് ഇന്നും ഇപ്പോഴും ഇന്നലെയും ഒക്കെ നിന്നിട്ടുള്ളത്, തുടക്കം മുതൽ നിന്നിട്ടുള്ളത് ഈ പറയുന്ന മിനി എന്ന് പറഞ്ഞ SUCയുടെ നേതാവാണ്. ഇവരെ പണ്ടും പല സമരങ്ങളിൽ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ സമരങ്ങളിൽ ഇതുപോലെ അവരുടെ പാർട്ടിക്കകത്ത് ആളില്ലാതെ വരുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അവരേതാണ്ട് വലിയൊരു വ്യക്താവാണ്, സാധാരണക്കാരുടെ ആളാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. ഇവർക്ക് ഒരു വലിയ ആൾക്കൂട്ടത്തെ കിട്ടിയിട്ടുണ്ട്. ഇവർ പല രീതിയിലുള്ള സമരങ്ങൾ ഇവിടെ ഇത്രയും കാലത്തിനകത്ത് ഓപ്പറേറ്റ് ചെയ്തല്ലോ. തലമുട്ടയടിച്ചല്ലോ. ഇവർക്ക് എന്താ തലമുട്ടയടിക്കാൻ വയ്യായിരുന്നു ഈ മിനി എന്ന് പറയുന്നവർക്ക്? വേറെ അവിടെ പാവം പിടിച്ച് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത എങ്കോ നിന്നോ വന്ന് ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട് സമരത്തിന് കിടക്കുന്ന പ്രായം തിരിച്ച് സ്ത്രീകളുടെ എല്ലാം കൂടെ 4-5 പേരുടെ തലയാന്നല്ലേ മുട്ടത്തിരിച്ച്. ഞാൻ പറയുന്നു, ഇവര് നേതൃത്വം കൊടുക്കുന്നുണ്ടല്ലോ, ഇവരല്ലേ നേതാവ്, ഇവരല്ലേ ആദ്യം തലയെ മുട്ടയടിക്കേണ്ടത്, ഇവരല്ലേ അത് മാതൃകയാക്കേണ്ടത്. അപ്പൊ അതൊന്നല്ല, ഇവർക്ക് ഈ സമരം നയിക്കുന്നതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട്. സമരം സ്പോൺസേഡ് സമരമാണെന്ന് ഒരുപക്ഷെ CPM രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പറയുമ്പോൾ അതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ മല്ലിക സാരാഭായ് പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ മുഖം ആര് പറഞ്ഞാലും വേറെ മുഖമല്ല. എന്താ മുഖമാ? 27 കമ്മലും ഒക്കെ ഇട്ട് ഇവിടെ വന്ന് പുള്ളി കാണിക്കുന്ന മുഖമൊക്കെ ഉള്ളൂ. ഒരു മുഖവുമില്ല, പൈസയ്ക്ക് വേണ്ടിയുള്ള മുഖമാ. ഇവരെ പണ്ട് ഗവർണറുമായിട്ട് വിഷയം വന്നപ്പോൾ ചാൻസലറെ മാറ്റുന്നതിന് വേണ്ടി ഈ പറയുന്ന വലിയൊരു കലാകാരിയാണ്, ഇന്ത്യ അറിയപ്പെടുന്ന കലാകാരി, ലോക ചർച്ച ചെയ്യുന്ന കലാകാരിയാണെന്ന് പറഞ്ഞിട്ട് ഈ ഗവർണർക്ക്, അന്നത്തെ ഗവർണർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് വെച്ച. ഇപ്പൊ ഗവൺമെന്റിന് പണിയായി. പിണറായി വിജയനെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരം, ആ സ്പോൺസേഡ് സമരം കൃത്യമായിട്ട് പോകുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നുണ്ട്. എത്ര ആശാ വർക്കർമാര് ഇതിനകത്തുണ്ട് നീതു?
5% പോലും ഇല്ല, 2% പോലും ഇല്ല. ബാക്കി ഇന്ത്യയിലുടനീളമുള്ള കേരളത്തിലെ കാര്യം പറഞ്ഞു, ഉടനീളമുള്ള ആശാ വർക്കർമാർ CPM-ന്റെ കൂടെ, അവര് സമരത്തിനകത്തില്ല. ഈ സമരം കൊണ്ട് CPM-ന് യാതൊന്നും സംഭവിക്കാനല്ല. ഈ സമരം CPM-ന്റെ മുഖം വികൃതമാണ്, ഭരണത്തിന്റെ മുഖം വികൃതമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനി അതിനിറങ്ങുന്നു. മിനിക്ക് അതിനകത്ത് കാര്യമുണ്ട്. പെമ്പളെ ഒരുമയുടെ ഗോമതി അറിയാവോ? ഗോമതി അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെ നേരത്തെ പല സമരങ്ങൾക്കകത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയൊക്കെ പറഞ്ഞ് അവരിതിനകത്തുണ്ടായിരുന്നു. അപ്പം ഇതൊരു പാറ്റേൺ, അതായത് ഈ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഇവർക്കെതിരെ അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റി അവർ ആലോചിക്കണം. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റി വ്യക്തത വരുത്തിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം 2026 ഇലക്ഷൻ വരുമ്പോൾ ജനം അതിന് പ്രതികരിച്ചോളും. പക്ഷെ ഈ സമരത്തിനകത്ത് ഒരു അജണ്ടയുണ്ട്. സാറാ ജോസഫ് ഇന്നലെ വന്നല്ലോ. ഗവൺമെന്റ് ഇങ്ങനെ പറയില്ലേ, ഈ സാധാരണക്കാരെ സ്ത്രീകളുടെ കാര്യം ആര് പറയും? അത് പറയുന്നതിന് മല്ലിക സാരാഭായി വരുമ്പോൾ അവർക്ക് അവരുടെ കൂടെ നിൽക്കാനൊക്കെ. ഈ സാറാ ജോസഫ് ആരാന്നറിയാവോ? രാജരോഗത്തിന് കേസെടുത്തേക്കുള്ള പെണ്ണുപിള്ളയുടെ പേരില്ല, ഇവർക്കിടെ പേര് ഇവര് വലിയ എഴുത്തുകാരിയായിട്ട് വനം, പരിസ്ഥിതി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നീതിക്ക് വേണ്ടിയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന സമരത്തിന്റെ പുറകിൽ വന്നിട്ട് ഈ സമരത്തിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് ഇവർ മാറിപ്പോകുന്നതിന്റെ കാര്യമൊക്കെ തിരക്കിയാൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് അവാർഡ് കൊടുക്കുന്നത് ആരാണ്? ഇല്ല, നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികൾ വളരെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അവതരിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഇവിടെ പേര് കോടതി കേസെടുത്തിട്ടുണ്ടല്ലോ. ഇവർക്ക് കിട്ടിയിരിക്കുന്ന അവാർഡുകൾ ഇവർക്ക് നിരന്തര അവാർഡാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല അവാർഡ്, വെളിരാജ്യങ്ങളിൽ നിന്ന് അവാർഡ് മൊത്തവും. എന്തിനാ? ഇവര് സംസാരിക്കുന്ന ഇന്ത്യക്കെതിരെയാ, ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധയാണ് സംസാരിക്കുന്നത്. ഇന്ത്യക്കകത്ത് ഇന്ത്യ വീടിപ്പിക്കാൻ നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന പല നീക്കങ്ങളുടെ ആൾക്കാരെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. അവരാ ഇന്നലെ പിണറായി വിജയനെ തീർക്കാൻ വന്നിരിക്കുന്നത്. ഇവര് കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ പരിസ്ഥിതിയും നല്ല എഴുത്തുകാരിയും ഒന്നുമല്ല. ഇവരൊക്കെ സ്പോൺസേഡ് ആൾക്കാർ തന്നെയാണ്. അതിന്റെ അറിയണമെങ്കിൽ ഇവർക്ക് കിട്ടുന്ന അവാർഡുകൾ, ഇവർ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ ഒക്കെ നോക്കിയാൽ മതി. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, മിനിയും ഗോമതിയും ഏറ്റവും അവസരത്തിൽ ഈ പിണറായി വിജയൻ കൊണ്ടുവന്ന് പാല് കൊടുത്ത് എനിക്കൊന്നും വേണ്ട, ഞാൻ സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ കലാകാരിയാണ്, ലോകം അറിയപ്പെടുന്ന ആളാന്നൊക്കെ പറയുമ്പോൾ ശമ്പളം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇല്ല. KV തോമസ് മേടിക്കുന്നത് ഓണറേറിയം ഒരു മാസം 4-5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇവരുടെ ചെലവിനെ പറ്റി ഇവർ വന്നതിന് ശേഷം പരിശോധിച്ചല്ലോ, വേറെ ആൾക്ക് ഒരു 50 വൈസ് ചാൻസലർമാരെ വെക്കാവുന്ന ചെലവാന്നാ പറയുന്നത് ഈ പെണ്ണുപിള്ളക്ക്. അവരൊരു 7 കമ്മലും ഒക്കെ ആയിട്ട് കുലുക്കി കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇവർക്ക് പറഞ്ഞുകൂടാ. ഈ പറയുന്ന പോലെ പൈസ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി കലയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പ്രേമി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ സാറാ ജോസഫിനെ പറ്റി പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ എവിടൊക്കെ നിൽക്കാമോ അവിടൊക്കെ നിന്ന് സംസാരിക്കുന്നവരാണ്. ഏതെങ്കിലുമൊക്കെ കഥയും കവിതയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനകത്ത് സ്റ്റഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നതിലും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെ നിൽക്കുന്നതിനും ഇതിനെല്ലാം അവാർഡുണ്ട്. നമ്മുടെ നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ BBC വരുന്നത് പോലെ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കിട്ടുന്ന അവാർഡ് മൊത്തം ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതിനെക്കാട്ടി വലിപ്പത്തിൽ BBC കൊടുക്കുന്ന പോലും ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന പോലെ അവാർഡ് കിട്ടുന്നത് പോലെയൊക്കെയുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഇന്ത്യക്കകത്ത് നിന്ന് സംസാരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയല്ല, ഇന്ത്യയുടെ ഭാഗമല്ല. ഇന്ത്യക്കകത്ത് നിന്ന് വളരെ ഒതുക്കത്തിൽ ചില കാര്യങ്ങൾ, ഇന്ത്യ വിരുദ്ധർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അച്ചാരം മേടിച്ച് സംസാരിക്കുന്നോ ഉണ്ടോ എന്ന് പോലും നമ്മൾക്ക് സംശയം വന്നാൽ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഈ സമരം, ഈ ആശമാരുടെ കാര്യത്തിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ള കാര്യം ഗവൺമെന്റ് പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ ജനം പരിശോധിക്കട്ടെ. ആ പാവം പിടിച്ച സ്ത്രീകളെ അവിടെ പലതും പറഞ്ഞ് നേടിത്തരാമെന്ന് കൊണ്ട് ഇരുത്തി സമരം ചെയ്യുന്നതിന്റെ പിറകിൽ കൃത്യമായ അജണ്ടയുണ്ട്. സമരം സ്പോൺസേഡാണ്. ആ സമരത്തിന്റെ പുറകിൽ ഒരു കൃത്യമായ നീക്കമുണ്ട്. അതുകൊണ്ടാണ് സമരം മിനിയിൽ തുടങ്ങി ഗോമതിയിൽ കൂടി കയറി മല്ലിക സാരാഭായിലും സാറാ ജോസഫിലും ഒക്കെ വന്നു നിൽക്കുന്നത്. ഈ സമരം അവിടെ കിടക്കുന്ന ഈ പാവത്തിങ്ങൾക്ക്, വീട്ടിൽ പട്ടിണിയായിരിക്കുന്നവർക്ക്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്തവർക്ക് ഈ സമരം കൊണ്ടുപോകുന്നതിന് ഫണ്ട് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇന്നലെ ഈ കേരളത്തിൽ ഉടനീളം ജാഥ ഉൾപ്പെടെ ഉള്ളത്
ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നവർ ഓരോ ജാഥയും സമരവും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ എത്രയുണ്ടെന്ന് അറിയാം. നിസ്സാരമായിട്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ട് എവിടെ നിന്നോ നടക്കുന്നതിന് വേണ്ടി ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് ആരാണ്? ഈ ഫണ്ട് ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കുമ്പോൾ, BJP ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ അവിടെ ഇല്ല? എന്തുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് വനിതാ നേതാക്കന്മാർ കണ്ടമാനം ഉണ്ടല്ലോ കോൺഗ്രസിനകത്ത്? വല്ലപ്പോഴും വന്നൊരു സലാം അടിച്ചിട്ട് ഫോട്ടോ ഇട്ടിട്ട് പോകുന്നതല്ലോ. അത് പ്രതിപക്ഷ നേതാവായാലും രമേശ് ചെന്നിത്തല ആയാലും ഈ പറയുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരായാലും ഒക്കെ അവിടെ വന്നിട്ട് പോകുന്നതല്ല. അവരെന്താ നേതൃത്വം കൊടുക്കാത്തത്? എന്തുകൊണ്ട് മിനി നേതൃത്വം കൊടുക്കുന്നു? എന്തുകൊണ്ട് ഗോമതി നേതൃത്വം കൊടുക്കുന്നു? എന്തുകൊണ്ട് ഏറ്റവും അവസാനം മല്ലിക സാരാഭായി വരുന്നു? സാറാ ജോസഫിന്റെ താല്പര്യം എന്തുകൊണ്ട്? മാനുഷിക പരിഗണനയൊന്നുമല്ല. ഇവര് വരണമെങ്കിൽ ഇവരെ ഓരോ സമരത്തിൽ പങ്കെടുക്കണമെങ്കിൽ, പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ പോലും അവർക്ക് അവർ വരുന്നതിന് ഇത്ര രൂപ ചെലവുണ്ട്. അപ്പം ഇതുപോലെയുള്ള പാവത്തുങ്ങളെ കണ്ട് വന്ന് നിന്ന് സമരം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയില്ല. എന്നാൽ ആദ്യത്തെ സമരത്തിനകത്ത് അവർ ഉണ്ടാവണമെന്ന്. ഇന്നലെ വന്നു, അതിനുശേഷം സമരം വലിയ വലിപ്പത്തിലേക്ക് പോകുന്നു, ജാഥയിലേക്ക് പോകുന്നു, കേരളത്തിലുടനീളം സമരം വ്യാപിക്കുന്നു. ഈ സമരത്തിനകത്ത് ഒരു അജണ്ടയുണ്ട്. പിണറായിയെ തിരിച്ചു അല്ലെങ്കിൽ കൊടുത്ത കൈക്ക് കൊത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിണറായിയുടെ രാജിയും അല്ലെങ്കിൽ ഒരുപക്ഷെ 2026 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യാജ സമരമാണ് ഈ നടക്കുന്ന. ആശാ വർക്കർമാർക്ക് ആനുകൂല്യം അല്ലെങ്കിൽ കൊടുക്കണം, അർഹതയ്ക്ക് അനുസരിച്ചുള്ള ആനുകൂല്യം കൊടുക്കണം. ഇവരെ തൊഴിലാളികൾ പോലും ആയിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു നിയമം വരെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നതും എന്നും കൂടി നമുക്ക് ഇതിനകത്ത് കാണേണ്ടതുണ്ട്. ഏതായാലും ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുത്തിരിക്കുന്നതും ഇപ്പോൾ കൊണ്ടുപോകുന്നതും കമ്മ്യൂണിസ്റ്റ് ചിന്താധിക്കാരും അല്ലെങ്കിൽ തൊഴിലാളി സ്നേഹം ഉള്ളവരും ഒന്നുമല്ല. അതിന്റെ പിറകിൽ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട്. അതൊരു പക്ഷേ രാജ്യവിരുദ്ധ ശക്തികളുടെ സ്പോൺസർഷിപ്പ് ആയിരിക്കും. ഇപ്പം ലക്ഷ്യം പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഒരു പക്ഷേ കേരളത്തിന്റെ വികസനത്തിൽ ഊന്നിപ്പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയതുകൊണ്ട് ആകാം വികസനത്തിനകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകണ്ട, മൂന്നാമതും പോകണ്ട, ചില ഇതിന്റെ പുറകിലുള്ള അജണ്ടകൾ പാസ്സാക്കുന്നവരുടെ ഭാഗമായിട്ടുള്ളവർ വന്നോട്ടെ എന്നൊക്കെ തോന്നിയാലും സംശയം വരേണ്ടതില്ല. അത്തരത്തിലേക്കാണ് ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരുടെ ചരിത്രം പുറകോട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. എന്തായാലും ആശാ വർക്കർമാരുടെ സമരത്തിന് മുന്നിൽ പ്രത്യേകം ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ പരമപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ തന്നെയാണ്. വ്യക്തമാണ് സാർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.